Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഒരു ബ്രെഡ് ഷവർമയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ്സിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് സൈഡിലത്തെ ബ്രൗൺ കളറുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഇതിനായിട്ട് വൈറ്റ് പോർഷൻസ് മാത്രം മതി. 4 സൈഡിലെയും ആ ബ്രൗൺ കളർ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ എല്ലാ സ്ലൈസസും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ അതിൽ 2 സ്ലൈസ് ഒരുമിച്ചെടുത്ത് വെക്കണം. ഒരേ വലുപ്പത്തിലുള്ള ഒരുമിച്ച് നമ്മൾ വെച്ച് കട്ട് ചെയ്തായതുകൊണ്ട് ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലത്തെ 2 സ്ലൈസസ് ഇതുപോലെ നമുക്കൊന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുക. അതിനുശേഷം ഞാനിവിടെ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ ആ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡും നമുക്ക് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്യണം. സൈഡ് ഒരുമിച്ച് ബ്രെഡ് പീസസ് പിടിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ സൈഡിലെല്ലാം നന്നായിട്ട് മുട്ട വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ സൈഡിലും ബ്രെഡ് ക്രംസ് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. സൈഡിലൊക്കെ നന്നായിട്ട് ബ്രെഡ് ക്രംസ് വരണം. അത് നമ്മൾ 2 ബ്രെഡ് പീസസും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതുപോലെ എല്ലാ സൈഡിലും നന്നായിട്ട് ബ്രെഡ് ക്രംസ് വരുന്ന രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പീസസും റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ബ്രെഡ് പീസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചെറു തീയിൽ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ പീസസും ഇനി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് പീസാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പീസസും അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലിട്ടതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ മതിയാവും. ചിക്കൻ ഒന്ന് വേവുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ബോൺലെസ് ചിക്കനാണ്, അതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇത്തിരി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് കാബേജ്, ഇത് വളരെ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞതാണ്. ചെറുതായിട്ട് അരിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് 1 കപ്പ് കാബേജാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുക. അതിനുശേഷം ക്യാരറ്റ് ഒരു 3/4 കപ്പ്, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒനിയനാണ്. ഞാനിവിടെ ഓരോ ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കനും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. നമ്മൾ ചിക്കൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ അതല്ലാതെ കുറച്ചും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇവിടെ ഞാനിനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എരിവിനായിട്ട്. കുറച്ച് ഉപ്പും കൂടി വേണമായിരുന്നു, അതുകൊണ്ട് ശക്കല ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ആദ്യമേ ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്, ഇപ്പോഴും ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തപ്പം കുറച്ചും കൂടി എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി പെപ്പർ ചേർത്തത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് പോർഷൻസ് മാത്രം ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. കാരണം നമുക്ക് ഈ മിക്സ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ബാക്കി വന്നാലും. പക്ഷേ നമ്മളിതിലേക്ക് ഇനി മയണൈസാണ് ചേർക്കുന്നത്. മയണൈസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിക്സ് അധികം വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മയണൈസ് ചേർത്ത് അതങ്ങ് ഫില്ല് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം എല്ലാത്തിലും കൂടെ മയണൈസ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ലാത്തതുകൊണ്ട് ആ മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നീടാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി അതുകൊണ്ട് കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മയണൈസ് ചേർക്കുകയാണ്. മയണൈസ് ചേർത്ത് നമുക്ക് ഈ മിക്സ് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ ഫില്ലിങ്. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. മയണൈസിൽ നമുക്ക് ഉപ്പുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ശ്രദ്ധിച്ച് മാത്രം ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് പീസസ് ആണിത്. ഇതിനി നമുക്ക് നടുവേ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് നടുവേ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കാണാം അതിൻ്റെ നടുഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഹോൾ പോലെ നമുക്കൊരു പോക്കറ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മുടെ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എത്ര മാത്രം വേണോ അതനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഇപ്പം നമ്മുടെ പോക്കറ്റ് ഷവർമ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്. അത് നല്ല മയണൈസിൻ്റെയും വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടിയുള്ള ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പീസസും റെഡിയാക്കി എടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.